സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഞാനിന്ന് പാലക്കാട് ജില്ലയിൽ പറളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ചയൂസ് ബേക്കറിയിൽ വന്നു, ഒരു ചായയൊക്കെ കുടിച്ചു. ഇനി നമ്മൾ ഇവിടെ ഒരു പ്രശസ്തനായ ഒരു സിനിമാ താരമുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. 1993 മുതൽ ഓട്ടോ ഓടി ഉപജീവനം മാർക്കം നോക്കുന്ന ആ മഹാവ്യക്തി ഈ നാട്ടിൻ്റെ ഒരു മാതൃകയാണ്. കണ്ടാൽ ഒരുപാട് സിനിമകളിൽ വില്ലൻ റോളൊക്കെ അഭിനയിച്ചു, ഒരുപാട് സിനിമകളിൽ മോഹൻലാലിൻ്റെ കൂടെയും മമ്മൂട്ടിയുടെ കൂടെയൊക്കെ നിരവധി സിനിമകൾ അഭിനയിച്ച ആ പറളിക്കാരനെ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അതായത് മണി പറളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾ ഒരുപാട് സിനിമകളിൽ മേഖലകളിൽ കണ്ടിട്ടുണ്ട്. കാണുമ്പോൾ ഒരു വില്ലനാണെങ്കിലും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ തേടിയാണ് ഞാൻ പോണത്. നമുക്ക് അതിലേക്കൊന്ന് പോയി അദ്ദേഹത്തിനെ ഒന്ന് കാണാം. ഓക്കെ. എത്ര 30 രൂപ ചേഞ്ച്. നമസ്കാരം. അപ്പൊ അറിഞ്ഞില്ല കണ്ടിട്ടുണ്ട് ഞാൻ. എങ്ങനെ കണ്ടു? യൂട്യൂബിലേക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ മണിയേട്ടനെ തേടിയാണ് വന്നത്. ഓ, ജസ്റ്റ് ഒന്ന് വരും. പിന്നെ നല്ല എന്റെ മണിയേട്ട. പിന്നെ ഞാൻ വലിയ സന്തോഷം. തീർച്ചയായിട്ടും മണിയേട്ടനെയും കണ്ടതിൽ വലിയ സന്തോഷം. ഞാൻ സ്ക്രീനിലും മറ്റേ കണ്ടല്ലോ ഇങ്ങനൊരു മണിയേട്ടൻ ഇവിടെ നമ്മുടെ പറളിയിലുണ്ട് എന്നറിയാം. മണിയേട്ടനെ അന്വേഷിച്ചിട്ട് വന്നതാണ്. അപ്പൊ മണിയേട്ടനോട് 2 കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. വണ്ടി ഓഫല്ലേ? ഒരു മണിയേട്ടനെ കാണാൻ പറ്റിയല്ലോ എനിക്ക്, അല്ലേ? നമ്മൾ പരസ്പരം കണ്ടു കിട്ടി. അത് അത്രയും ദൂരം നമ്മള് ഓട്ടോ ഓടി ഇവിടം വരെ എത്തിയിട്ടും. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല. ഞാൻ പുറകില് ആള് കയറി കഴിഞ്ഞാൽ കടവത്ത് പറഞ്ഞ പിന്നെ നമ്മൾ അറിയുന്ന. അതെ, അതാണ് ഈ ഓട്ടോ ഡ്രൈവർമാരുടെ ഒരു ഉണർവ്. കാരണം അവര് മറ്റൊന്നും ചിന്തിക്കില്ല. കയറുന്ന പാസഞ്ചറിനെ എവിടെ കൊണ്ട് എത്തിക്കണം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെ? തീർച്ചയായിട്ടും. അതിൽ മറ്റൊന്നും അവർ ചിന്തിക്കില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ വിശ്വസിച്ച് പല മേഖലകളിൽ നിന്നും വരുന്ന നിരവധി യാത്രക്കാർ അർദ്ധരാത്രി ഏതെല്ലാം ബസ് സ്റ്റാൻഡിലോ തെരുവിലോ എവിടെ ഇറങ്ങിക്കോട്ടെ, ആ ഓട്ടോയിൽ കൊണ്ടുവന്ന് ആ വീടുകളിൽ അല്ലെങ്കിൽ അവരെ സുരക്ഷിതമാക്കി എത്തിക്കുന്ന ഒരു വിശ്വസ്തയോടുകൂടി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് ഓട്ടോ മാത്രം. ഞങ്ങളിവിടെ ഒരു 10 മണി വരെയൊക്കെ ഞങ്ങളുടെ സ്റ്റാൻഡിൽ വണ്ടി ഉണ്ടാവും. പറളിയില്, ചന്തപ്പുരയില് 10 മണി വരെയൊക്കെ നല്ല ഓട്ടങ്ങൾക്ക് അത്യാവശ്യം വണ്ടികളൊക്കെ വരുമ്പോ കിട്ടും. ഓട്ടോ കിട്ടില്ല. അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉണ്ടോ? 11 മണി വരെ ബസ് ഉണ്ട്. അതുവരെ ചിലവര് 2-3 വണ്ടിക്കാർ നിൽക്കും. ബാക്കി ഞങ്ങളൊക്കെ ഒരു 8-9, 10 മണിയാകുമ്പോഴേക്കൊക്കെ പോകില്ലേ. എന്നിട്ട് ഞാനേ ഒരുപാട് സിനിമകളിലൊക്കെ പല പല വേഷങ്ങൾ, വില്ലൻ വേഷവും ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ ചെയ്യാറുണ്ട്. കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇത്തിരി നല്ല വേഷങ്ങൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല. തമിഴും മലയാളവും. അതുപോലെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു തെലുങ്ക് ചെയ്തായിരുന്നു. വിജയ് ദേവർകൊണ്ടതിന്റെ ഒരു പടം. മൂന്നാറിലായിരുന്നു. തെലുങ്ക് అత్యాവശ്యం. బాగున్నారా? ఏమండి చెప్పండారా? భోజనం అయిపోయిందా? టిఫిన్ అయిపోయిందా? തെലുങ്കൊക്കെ എങ്ങനെ സംസാരിക്കും? അത്യാവശ്യം നമ്മള് 2 വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ പിടിക്കും. തെലുങ്ക് കൂടുതൽ കഷ്ടമുള്ള ഒരു ഭാഷയാണ്. അതെ. തെലുങ്ക് എന്ന് പറയുമ്പോൾ നാം ഉള്ളിൽ പോകും. മലയാളം എന്ന് പറയുമ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്റെ ഒരു സാറ്, ഒരു തെലുങ്കൻ സാറുണ്ടായിരുന്നു. ഞാന് കുറച്ച് ഒരു 10-13 കൊല്ലം റിഫൈനറിയില് ടവേര ഓടിയായിരുന്നു, എല്ലാന്റി. അന്നേരം തെലുങ്ക് സാറായിരുന്നു എന്റെ ചീഫ്. എന്റെ വണ്ടി തന്നെ ആയിരുന്നു, ഓൺ വണ്ടിയായിരുന്നു. അവർക്ക് വേണ്ടി ഓടി. എന്റെ വണ്ടി ലാസ്റ്റ് വരെ ഓടി. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇയാള് ഫോൺ വരുമ്പോ, വീട്ടിൽ നിന്ന് ഫോൺ വരുമ്പോ എങ്ങനെ സംസാരിക്കും? ఏమండి చెప్పమ్మా, ఎక్కడున్నారు? బాగున్నారా? భోజనం అయిపోయిందా? టిఫిన్ అయిపోయిందా? అదొకే പഠിച്ച. അങ്ങനെ പഠിച്ച. అన్నం తింటావా? టీ తాగావా? అమ్మ ఎక్కడ ఉన్నావు? అమ్మగారు പറയും. ఎక్కడ పోతున్నారు, ఏం చేస్తున్నారు എന്നൊക്കെ. പിന്നെ ഹിന്ദി അത്യാവശ്യം അറിയും. ഹിന്ദി भी बात कर सकते हैं. അപ്പൊ ഈ തമിഴ് അറിയും, മലയാളം അറിയും. അങ്ങനെ 3-4 ഭാഷ എന്തായാലും സംസാരിക്കും. പിന്നെ ഫൈറ്റ് ചെയ്യും. സിനിമയില് കുറെ പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വില്ലൻ വേഷം
വേഷത്തിനപ്പുറം വേറെ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? വില്ലൻ വേഷം മാത്രമല്ല. വില്ലൻ വേഷം, പോലീസ് വേഷം, ഉം. പിന്നെ ചരായം കാച്ചുന്ന സീന്, ഉം, ഉം. അതൊക്കെയായിരുന്നു. അങ്ങനെയൊക്കെ. പോലീസ് ഓടിക്കലും പിടിക്കലും അടിക്കലും. ഇപ്പൊ ഈ മോഹൻലാലിന്റെ കൂടെ ഏതൊക്കെ സിനിമയില്, മോഹൻ സാറിന്റെ കൂടെ ഏതൊക്കെ സിനിമ? ലാൽ സാറിന്റെ കൂടെ മാടമ്പി ഉണ്ട്, ഹലോ ഉണ്ട്, നരസിംഹം, ബാലേട്ടൻ, പിന്നെ കന്മദം, അങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെയ്ത പടങ്ങളൊക്കെ ഹിറ്റ് ആയിട്ടുണ്ട്. ഹിറ്റുമായിട്ടുണ്ട്. നല്ല വളരെ സന്തോഷം. എന്തായാലും നമ്മുടെ ഈ പറളിയിലൊരു മാതൃകയാണ് മണിയേട്ടൻ. കാരണം അതെ, ഒരുപാട് ആൾക്കാര് കാണുമ്പോ തന്നെ പറയും ആ ആംഗ്ല സിനിമയിലുണ്ട് കുട്ടികള്. ഇപ്പൊ ആ സിനിമയിൽ കാണുന്ന ഒരു വില്ലന്റെ ഭാവന ഈ പിന്നെ ആൾക്കാര് വണ്ടി കയറുമ്പോൾ തോന്നുന്നുണ്ട് അവർക്ക് അങ്ങനെ ചിലവർക്ക് തോന്നും. ഈ ഇടയ്ക്ക് ഉണ്ടായി ഒരു സ്ത്രീ ഉണ്ടായി, ആ, ആ. ഒരു അമ്മ മുണ്ടൂർക്ക് പോകാനായിരുന്നു. ആ സ്ത്രീ അവിടുന്ന് വന്ന് നിങ്ങളെ കണ്ടപ്പോ പേടിയായി, അതുകൊണ്ടാണ്. അമ്മ നിങ്ങൾ പേടിക്കണ്ട, ഇത് സിനിമയ്ക്ക് വേണ്ടി വെച്ച മീശയാണ്. അങ്ങനെ പറയും. ആണോ സിനിമയിലുണ്ടാ എന്നൊക്കെ പറയാ അവര്. പിന്നെ അറിയണവരുണ്ട്, കുറെ പേർക്ക് ഇവിടെ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ ഒരുപാട് വർഷങ്ങളായി സിനിമയിലുള്ളത് കൊണ്ട് അപ്പൊ അവർക്ക് അറിയാം. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ഈ ഇപ്പം പുതിയതായിട്ടൊരു തമിഴ് സിനിമയിൽ യെസ്, അഭിനയിക്കുന്നു പറഞ്ഞു. ഏത് സിനിമയാണ് അത്? അത് പടയത്തലവൻ ചെയ്ത് കഴിഞ്ഞു. ആ. വിജയകാന്തിന്റെ മോനാണ് ഷൺമുഖ പാണ്ഡി. ആ. അദ്ദേഹത്തിന്റെ പടം ചെയ്തു. നല്ല നല്ല മനുഷ്യനാണ്. അതുപോലെ നല്ലൊരു വില്ലൻ വേഷമാണ് അതില്. പുള്ളി ആദ്യമായിട്ടാണോ ഇതില് ഈ തമിഴിലേക്ക് തമിഴിലാണ്. പോകുന്നത്? അല്ലല്ല, ഞാൻ അതിനു മുമ്പ് ഇതുണ്ടായിരുന്നു, അരമന 4 ഉണ്ടായിരുന്നു. ആ, ആ, പിന്നെ വിജയിന്റെ കൂടെ കാവലൻ, അതിലൊരു ടീച്ചർ ആയിട്ട് വരുന്ന ഒരു സീൻ ഉണ്ട്. ആ, ആ. പിന്നെ നമ്മളെ ഇവന്റെ കൂടെ ഉണ്ട് ജയം രവി, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. പിന്നെ പന്തയക്കോഴി, കുറെ പടം ഉണ്ട്. തമിഴില്, തമിഴിലും മലയാളത്തിലും അത്യാവശ്യം തെലുങ്കും ഉണ്ട്. ഒരു താര നടനല്ല. തെലുങ്ക് ഞാൻ ഓട്ടോഗ്രാഫ്, പിന്നെ കൃഷ്ണൻ പന്ത് ജഗദ്ഗുരു, അതിലൊക്കെ നയൻതാര റാണ, അതൊക്കെ നമ്മളിവിടെ പാലക്കാടായിരുന്നു ഷൂട്ട്. അതിലൊക്കെ നല്ലൊരു ഫയറിങ്ങും പിന്നെ വില്ലൻ വേഷവും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആന്ധ്ര തെലുങ്ക് പടമൊക്കെ നല്ല വളരെ അല്ലേ? പിന്നെ അത്താരണ്ടിക്ക് താരെ പവൻ കല്യാൺ, പവർ സ്റ്റാർ അവിടത്തെ തെലുങ്ക്. അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വില്ലൻ കോട്ടയം ശ്രീനിവാസന്റെ കൂടെ. അതിൽ ഡയലോഗ് ഒന്നുമില്ല, എങ്കിലും വില്ലനായിട്ട് നിന്ന് എന്റെ അടുത്ത് മടകളൊക്കെ വാങ്ങി അടിക്കുന്ന സീന്. പിന്നെ ഒരു ദമ്മ് പറഞ്ഞിട്ട് ഒരു തെലുങ്ക് കൂടെ ഉണ്ട്. അതില് നല്ല ഒരു ചേരിയായിട്ടുള്ള അടിയാണ്. അത് വലിയ കെനാലാണ്. അതൊന്ന് അപ്പുറം ഇപ്പുറം എടുത്ത് ചാടി ഞങ്ങൾ തമ്മിൽ അടിക്കുന്ന സീനൊക്കെ. ഫ്ലാഷ് ബാക്കാണ് ആ പടത്തില്. പക്ഷെ കുറെ പോലീസ് ജീപ്പ്, അത് ശരിക്കും ഞങ്ങൾക്ക് അന്ന് അടിപറ്റണ്ടാണ്. ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്ന സീനാണ് 2 ഭാഗത്തും ജീപ്പ്. അവിടെ നിന്ന് പൊട്ടിയിട്ട് അതൊന്നൊരു പീസ് തെറിച്ച് അങ്ങനെ വന്നു ഇവിടെ. ഞങ്ങളിങ്ങനെ മാറിയിട്ടില്ല പറഞ്ഞാൽ ഞങ്ങളെ കഴുത്ത് പോയിട്ടുണ്ടാവും തകിട്. അതെ, എന്റെ കൂടെ ഒരു അഷറഫ് എന്ന് പറഞ്ഞിട്ട് പാലക്കാട്, ഞങ്ങളിപ്പോ സുമതി വളവിൽ ഞാൻ അദ്ദേഹം കൂടെ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ആന്ധ്രയെ കുറിച്ച് പറയുമ്പം എനിക്കും ഒരുപാട് ആന്ധ്രയെ കുറിച്ച് അനുഭവമുണ്ട്. ആണോ? ഞാൻ 1991 ആന്ധ്ര നെല്ലൂരിലാണ്. അല്ല, ഞാൻ ഒരു വീഡിയോയില് കണ്ടിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്, താങ്കളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നാട് വിട്ടു പോയി. ഞാൻ കുടുംബമൊക്കെ ഉപേക്ഷിച്ച് ആന്ധ്രാപ്രദേശത്ത് പോകുമ്പോൾ നെല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ അവിടെ നിന്നത്. അപ്പൊ അന്ന് ബുദ്ധുലു മാമയ്യ എന്ന് പറയുന്ന നമ്മുടെ ചിരഞ്ജീവിയുടെ ഒരു സിനിമയുടെ ഷൂട്ട് നടക്കും. എനിക്കറിയില്ല അവിടെ ഷൂട്ട് എന്താണ്. അങ്ങനെ അദ്ദേഹത്തെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കണ്ടു. അതിനുശേഷം ഞാൻ അവിടെ ഈ പിന്നെ ആന്ധ്രയിലെ തെലുങ്ക് ദേശം മുഖ്യമന്ത്രിയായിരുന്നു നമ്മുടെ MT രാമറാവ്. അദ്ദേഹത്തിന്റെ മകനാണ് കൃഷ്ണ, ബാലകൃഷ്ണ. അപ്പം ഇവരെയൊക്കെ ഞാൻ നേരിട്ട് അന്നത്തെ കാലത്ത് കണ്ടിട്ടുണ്ട്. അതായത് 91, 92, 93 കാലഘട്ടങ്ങൾ. അപ്പൊ ഈ ആന്ധ്രയെ കുറിച്ച് പറയുമ്പോൾ പല ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലെ എനിക്ക് ആന്ധ്രാപ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പിച്ചക്കാരൊപ്പം കടന്ന് ഒരുപാട് ദുരിതമൊക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഈ തമിഴ് കഴിഞ്ഞാൽ ഇനിയിപ്പം ഒരുപാട് ചാൻസുകൾ ഉണ്ട്. ഇതിപ്പോ സുമതി വളവ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ പഠിച്ച സ്കൂള്. ഇതാണ് ഈ കാണുന്ന ചെറിയ സ്കൂളാണ്. 4 വരെ ഇവിടെയാണ് പഠിച്ചത്. ഷൂട്ടിംഗ് ലൊക്കേഷന് പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ ഒരുപാട് പടം ഈ ഇടയ്ക്ക് ഞങ്ങളൊരു കൊമ്പൻകൊല്ലി മന എന്ന് പറഞ്ഞിട്ടൊരു പടം ഇവിടെ, കൊമ്പൻകൊല്ലി മന. അതില് നല്ലൊരു യെസ്. ഇവിടെ നിന്ന് 2 സ്റ്റെപ്പ് വെച്ചത് ഇവിടെ തിരിഞ്ഞോളാം. വന്നു
വളരെ നല്ല രസകരമായ ആ സ്ഥലമാണ്. പിന്നെ അല്ലേ? നല്ല രസകരമായ സ്ഥലമാണ്. ഞാൻ പിന്നെ മുനീറ്റ, Yes. ഈ ഓട്ടോയെ കുറിച്ച് ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ് നമ്മുടെ ഓട്ടോ. കാരണം നമ്മുടെ കലാപം പണിസാർ തീർച്ചയായിട്ടും ആ വണ്ടി കൊണ്ട് ഓടി കുടുംബം 100 നമ്പർ കിട്ടി. 100 നമ്പർ ഇപ്പോഴും കുടുംബത്തെ അവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഓട്ടോ ഓടുന്ന നിരവധി സാർ ഉൾപ്പെടെ നിരവധി ആൾക്കാർ ഈ കലാ മേഖലയിൽ വരേണ്ടിയുണ്ട്. കാരണം അവര് നിരന്തരം ഓട്ടോയിൽ ഇരുന്ന് ഞാൻ പല പ്രാവശ്യം മൂളിപ്പാട്ടുകൾ ഒരേ ഡയലോഗുകളൊക്കെ ഇടുമ്പോൾ ഒരുപാട് ആൾക്കാര്. ഒരുപാട് പേരുണ്ട്. എന്റെ അറിവിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അവരെന്തായാലും ഞാൻ തേടി പോകും. മണിയേട്ടനടുത്ത് വന്നിട്ട് വേണം. ഗുരു മണിയേട്ടനാണ്. അത് കഴിഞ്ഞ് നമ്മൾ കലാമണി സാറിനെ ഇവര് സിനിമാ ലോകത്ത് ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. എനിക്കൊരു അനുഭവം. കാരണം എന്റെ ഒരു ഒറ്റ സുഹൃത്ത് അദ്ദേഹം എനിക്ക് അന്ന് മുതലാണ്, കാരണം കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഈ ഓട്ടോ എന്ന് പറയുമ്പോൾ പുച്ഛിച്ച ഒരു കാലമുണ്ട് ഓട്ടോ ഓടുന്നത്. പക്ഷെ ഇന്ന് കേരളത്തിൽ മാതൃക. ഏത് രാത്രിയും ടാക്സിയോ മറ്റു വണ്ടികളോ വിളിക്കുന്നതിനേക്കാൾ ഉപരി തീർച്ചയായിട്ടും നമുക്ക് മനധൈര്യമായി പോവാം. ഓട്ടോ പിടിച്ചു പോവാം. ഒരു വീട്ടിൽ നിന്ന് പുറത്ത് വെളിയിൽ ഇറങ്ങിയാൽ അവരുടെ ഏക പ്രതീക്ഷ ഒരു കാലി ഓട്ടോ. അല്ലേ അല്ലേ മണേട്ടാ? ഇന്ന് കാലത്ത് നമുക്ക് അതന്നെ ഉണ്ടായത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം വന്ന് 2 അമ്മമാര് കയറി. അവർക്ക് ബസ് കാത്ത് നിൽക്കായിരുന്നു. ബസ്സിന് പിന്നെ അരമണിക്കൂർ ഉണ്ട്. അയ്യോ മണി വന്നല്ലോ, ബാ നമുക്ക് ഇതിൽ അവൻ പറളിക്കാം, നേരെ അവിടെ പോയി ഇറങ്ങാം. അവര് മരുന്ന് വാങ്ങാനാ, അവിടെ തിരക്കായിരിക്കും, നമുക്ക് ഇവന്റെ കൂടെ പോയാൽ വേഗം അരമണിക്കൂർ മുമ്പ് കിട്ടും എന്ന് പറഞ്ഞ് അവര് കയറി. ഒരു ബോണി സന്തോഷം. ഞാനിപ്പോ അതുപോലെ തന്നെ എന്റെ ഒരു കൂട്ടുകാരൻ കുറെ ദിവസം ഇടയ്ക്കിടയ്ക്ക് ഓട്ടോ ഒക്കെ കുറയുമ്പോ ഒരു മനസ്സ് വിഷമം ഉണ്ടാവാറുണ്ട്. ആ, എല്ലാ ദിവസവും ഉണ്ടാവില്ല ഓട്ടം, ചില ദിവസങ്ങളിൽ. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓട്ടോ ഒക്കെ കുറഞ്ഞപ്പോ വണ്ടി കുറച്ച് കംപ്ലൈന്റ്. കാരണം വണ്ടി കംപ്ലൈന്റ് നമുക്ക് ഓടാനുള്ള ഒരു മനസ്സുണ്ടാവില്ല, നമ്മുടെ തൊഴില് അവിടെ സ്തംഭിക്കും. അല്ലേ? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞ് പെട്ടെന്ന് ഒരു പണി വന്നു, എനിക്ക് 1000 രൂപ വേണം എന്നത് ആവശ്യപ്പെട്ട് ഞാൻ കൊടുത്തപ്പോൾ അദ്ദേഹവുമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നത്. അപ്പൊ വീട്ടിൽ പോകുമ്പോൾ ഭാര്യ അദ്ദേഹത്തിനോട് പറയാണ്, വണ്ടി പണിയാൻ എന്താ വഴി? സാറിന്റെ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്, വണ്ടി പണിയാൻ പോവാണ്, വർഷോപ്പിലോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിതെല്ലാം കേൾക്കുന്നു, ഭാര്യയോട് പറയുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, അപ്പൊ ഭാര്യ തിരിച്ച് അദ്ദേഹത്തിനോട് പറയാണ്, നമുക്ക് നാളെ അരിയില്ല, കുട്ടികളൊക്കെ സ്കൂളിൽ പോകേണ്ട, ഭക്ഷണത്തിന് വഴിയില്ല, അരി കഴിച്ചിട്ടില്ല, വണ്ടിയും കംപ്ലൈന്റ് ആയിട്ട് ഒരാഴ്ചയായിട്ട് ഓട്ടവും ഇല്ല. ശരി, എന്തായാലും ഞാൻ വണ്ടി പണിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വണ്ടി വൈകുന്നേരത്ത് പണിഞ്ഞു എല്ലാം പറയുന്നത്. അങ്ങനെ ഒരു ദിവസം രാവിലെ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, അദ്ദേഹമാണ് എന്നോട് പിന്നുള്ള കഥകൾ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, നീ വെള്ളം അടുപ്പിലിട്, ഞാൻ ഇപ്പൊ വരാം. അപ്പൊ ഭാര്യ വിചാരിച്ച് ഏതെങ്കിലും കടയിൽ പോയിട്ട് അരി കടം വാങ്ങിക്കാൻ പോവുകയാണ് എന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും അല്ല. നമുക്ക് ഓട്ടം കിട്ടും, എങ്ങനെ പോയാലും ആരെങ്കിലൊക്കെ ആയിട്ട് കേറും. അരി വാങ്ങാനുള്ള ഉടനെ കിട്ടും. അടുപ്പത്ത് വെള്ളം വെച്ചോ, ഞാനിപ്പോ വരാന്നും പറഞ്ഞിട്ട് പോയ അരമണിക്കൂറിൽ എന്തായാലും ഒരു ഓട്ടം കിട്ടും. തീർച്ചയായിട്ടും അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. കാരണം ആരെയും ആശ്രയിക്കണ്ട. അതത്ര ഏത് മേഖലയിൽ പോയി നോക്കിയാലും കാത്തു കിടക്കുന്നുണ്ടാവും. അന്നത്തിന് എന്തായാലും മേൽക്കില്ല. അതായത് എന്തായാലും നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഓട്ടോയിലും കൊണ്ട് പറ്റും. ഇപ്പോൾ ഷൂട്ടിംഗ് ഇല്ലെങ്കിലും ശരി, നമുക്ക് ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താ വേണ്ടത് വാങ്ങാം. അതുപോലെ ചിലത് ചെറിയ ട്രിപ്പായിരിക്കും. ഇതിപ്പോ താങ്കൾ വന്ന് കടവ് പറഞ്ഞു 30 രൂപ ഓട്ടമാണ്. ചിലത് പാലക്കാടാ വിളിക്കുക, ചിലത് ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ തന്നെ ഷൊർണൂര് വിളിച്ചായിരുന്നു, പോകാൻ പറ്റിയില്ല. 3 മോട്ടർ കയറ്റണം. എന്റെ വണ്ടി ചെറുതാണ്. ഞാൻ പറഞ്ഞു വേറെ വണ്ടി വിളിച്ചോളൂ, വെട്ടിയാട്ടോ വിളിച്ചോളൂ, കുഴപ്പമില്ല പറഞ്ഞു. അദ്ദേഹം പൈസ തരാൻ വേണ്ട, കുഴപ്പമില്ല, എനിക്ക് അത് വരുമ്പോ എനിക്ക് വേറൊരു 40 രൂപ ഇതിന്റെ അപ്പുറത്തേക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് ഇയാളുടെ അടുത്ത് ഞാൻ പൈസ മേടിച്ചില്ല. വണ്ടി ഈ ഓട്ടോ 3 ചക്ര കൊണ്ട് നടന്നവരൊക്കെ ജീവിതം വളരെ പ്രതീക്ഷയാണ് അവർക്ക്. കാരണം നമുക്ക് തള്ളിക്കളയാൻ പറ്റും. ഏത് അർദ്ധരാത്രിയും ഒരു ഉപകാരിയാണ്, ഒരു ജീവകാരുണ്യമാണ് എന്നെനിക്ക് പറയാതിരിക്കാൻ പറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഓട്ടോ ഡ്രൈവർ. ഞങ്ങൾ അതേപോലെ തന്നെ ജീവകാരുണ്യം പറഞ്ഞപ്പോൾ പറയണ, ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് കൊണ്ടുപോയത് ഞാനായിരിക്കും പറളിയില്. എന്താ പറഞ്ഞ, എവിടെ ആക്സിഡന്റ് ആയാലും കറക്റ്റ് ആയിട്ട് എന്താ അറിയില്ല, എന്റെ വണ്ടി അവിടെ എത്തും. വണ്ടി എവിടെ ആൾക്കാരെ ഇടിച്ചോ ആ ട്രിപ്പ്. മറ്റുള്ളവർ പറയുന്നതായിട്ട് മണിയേട്ടൻ സിനിമ മാത്രമല്ല, പിന്നെ ചാരിറ്റി പ്രവർത്തനം കൂടെ കണ്ടിട്ട് കാണാതെ നിൽക്കില്ല. എനിക്ക് പറ്റില്ല. ഞാനിപ്പോ എന്തുകൊണ്ടാണെങ്കിലും അപ്പൊ താങ്ങിയെടുത്ത് എന്റെ വണ്ടിയിലോ ഏത് വണ്ടിയിലോ കയറ്റാൻ പറ്റുന്ന വണ്ടിയിൽ കയറ്റിയിട്ട് പോകും ഞാൻ. അത് എന്റെ ഒരു ഇതാണ്. നിരവധി ഓട്ടോയിൽ ചിലവർക്ക് പറ്റില്ല. അതെ, നിരവധി ഓട്ടോയിൽ പ്രസവിച്ചവരുണ്ട്. ചിലപ്പോൾ ഒരു ആംബുലൻസ് പോലും പ്രതീക്ഷിക്കാണ്ട് വാരി ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരുണ്ട്. അപ്പൊ ഏത് വിധത്തിലും നമ്മുടെ മുക്കിന് 10 ഓട്ടോ കടന്ന് നമ്മളെ ജനങ്ങൾക്ക് ഒരു സംരക്ഷണം തന്നെയാണ്. അവർ നമുക്ക് മറക്കാൻ പറ്റും. പിന്നെ ഇനി മോഹൻലാൽ സാറിനോടൊപ്പം സിനിമ അഭിനയിച്ചു. മമ്മൂട്ടി സാറിനോട്
ഉണ്ടല്ലോ. പ്രജാപതി ഉണ്ട്, നരസിംഹ അല്ല ഇത് ലൗഡ് സ്പീക്കർ ഉണ്ട്, പിന്നെ യുഗപുരുഷൻ അതുണ്ട്, പിന്നെ ഏതാ വേറെ ഉണ്ട് രണ്ട് മൂന്ന് പട്ടാളം. പട്ടാളം. ഓ, Yes. പട്ടാളത്തിലുണ്ടായിരുന്നു. പട്ടാളം ഇവിടെ ആയിരുന്നു, ഇവിടെ അടുത്തായിരുന്നു ഷൂട്ട്. ആ. അപ്പൊ അതിലൊരു നായ കടിച്ച് കൊണ്ടുവരുന്ന ഒരു സീനുണ്ട്, ആ. ആ പടത്തിൽ അതിലുണ്ട്. പിന്നെ ഉണ്ട് മണിയേട്ടാ, ഇപ്പൊ പട്ടാളം എന്ന സിനിമയിൽ മമ്മൂട്ടി സാറിനോടൊപ്പം ഇല്ലേ? ഇപ്പൊ നിലവിൽ ഇനി ഏതൊക്കെ സിനിമയിലാണ് അഭിനയിക്കാൻ പറ്റുന്നത്? ഇപ്പൊ നിലവിൽ കഴിഞ്ഞത് മറ്റേ ഗുമസ്തൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ തെക്ക് വടക്കുണ്ടായിരുന്നു. അതിലൊരു പീഡന സീനാണ്, അതിലൊരു കോമഡി സീനാണ്. പീഡനമൊക്കെ ഇപ്പൊ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഇല്ല പീഡന സീന് ഞാൻ ചെയ്ത് വൈഫിനെ ആദ്യം വിളിച്ചു പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞ അത് വിനയൻ സാറിന്റെ പടമായിരുന്നു, വിനയൻ സാറിന്റെ പടം. കിരൺ ബേഡിയ, കിരൺ അവളായിട്ട് ഒരു ഇതിന് പോകുന്ന സീനാണ്. അത് കഴിഞ്ഞ് ഞാൻ പോവാൻ നിൽക്കുമ്പോ അവള് പിടിക്കും. ഓ, ഞാൻ ഫ്രീ സർവീസ് ആണോ? ഞാനെന്താ ഉണ്ടാവും, ഞാൻ പൈസ തന്നില്ലേ, അത് പേയ്മെന്റ് അഡ്വാൻസ് പേയ്മെന്റ് ഇതാ, സെറ്റിൽമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞ പോക്കറ്റ് കയറ്റ് പൈസ എടുത്ത് പോടാന്ന് പറഞ്ഞ ആട്ടിവിടുന്ന സീൻ. നമ്മുടെ ഈ പറളിയും അതുപോലെ ഈ ഒറ്റപ്പാലം, ലക്കടി, ഈ മേഖല മറ്റേ നമ്മുടെ വരിക്കാശ്ശേരി മന മണശ്ശേരി മന ഇങ്ങനെയുള്ള മേഖലകളിലാണ് നമ്മുടെ ഈ പാലക്കാട് ഒരുപാട് സിനിമ ഷൂട്ടിംഗ് പറ്റിയ തീർച്ചയായും ഉൾപ്പെടെ. ഇപ്പൊ ഇവിടെ ഒരു സിനിമ നമ്മളിപ്പോ ചെയ്തു നമ്മൾ ഈ ഇടയ്ക്ക് ചെയ്ത. കാരണം ഇവിടെ മറക്കാത്തൊരു നമ്മളെല്ലാം മറന്നിട്ടുണ്ടാവില്ല, നമ്മുടെ ലോകിദാസ്. യെസ്, ലോകിദാസ് സാർ നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ പടത്തിൽ ഞാൻ നിവേദ്യത്തിൽ ഞാൻ ചെയ്തത് പോലീസായിട്ട്. നമ്മുടെ തൊട്ടടുത്ത ഇവിടെ അമ്പലം. അതെ, അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഒരുപാട് വിഷമത്ത് ചിന്തി ചേച്ചിയായിട്ടൊക്കെ നല്ല നല്ല മക്കളും ആയിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. മക്കളെ ഞാൻ ചെറുതാകുമ്പോ കണ്ടിട്ടുണ്ട്. ദാദാ സാഹിബിന് വന്നായിരുന്നു മമ്മൂക്കാട്. അത് ഞാൻ വിട്ടുപോയി. ദാദാ സാഹിബിന് ഞാൻ ഉണ്ടായിരുന്നു. ലോകിദാസിന്റെ ഒരുപാട് സിനിമകൾ മറക്കാൻ പറ്റാത്ത. പിന്നെ കാരണം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ദിവസം ഒരു പല കർഷകരിൽ ഇങ്ങനെ ചാരി ഇരിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കട്ടൻ ചായ ഒരു കറുത്ത കടല ഉപ്പുകടല, ഉപ്പ് കടലയും കട്ടൻ ചായ കഴിച്ച് കഴിയുന്ന അത് ഞാൻ ഒരിക്കൽ ചെല്ലുമ്പം എന്നോട് മുതൽ തിരിച്ച് ഒരു കണ്ണാടിയൊക്കെ പറഞ്ഞ ഒരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും സാറ് ഏകദേശം ആയി. ഇതേപോലെ കാറ്റ് അന്തരീക്ഷം വീടും ഭയങ്കര സംഭവമാണ്. അപ്പൊ ലോകദേശം സാറേ പറയും പെട്ടെന്ന് മരിച്ചു, നമ്മളെയൊക്കെ വിട്ടുമറഞ്ഞു പോയി. നല്ല ഒരു സിനിമയുടെ ഒരു വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ അതിൽ ഞാൻ ചെയ്തായിരുന്നു. ജയറാം, ലോഹി സാറും സത്യൻ സാറൊക്കെ ആയിരുന്നു. സത്യനന്ദിക്കാട് കഥ ഇയാളിലായിരുന്നു. അപ്പോ ഒറ്റപ്പാലം തീപ്പെട്ടി കമ്പനിയിലായിരുന്നു. ഇന്നിപ്പോ അത് കാർ ഷോറൂമാണ്. അന്ന് അവിടെ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ അതുപോലെ തന്നെ പിന്നെ മണിയേട്ടനെ ഞാൻ നമ്മുടെ തമിഴ്നാട് ഒരു ചിന്ന അറിയാം. പിന്നെ അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ മാസം 20-ാം തീയതി മീറ്റ് ചെയ്തതാ. ഞങ്ങളൊരു മാംബോ എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് പടം ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഫോറസ്റ്റ് ഓഫീസറായിട്ടാണ്. അതില് ഞങ്ങൾക്ക് സിംഹത്തിനെ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ അദ്ദേഹം MGR ആണ് ഞങ്ങൾക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്, ഗ്രീൻ ഫ്ലാഗ്. ഞാൻ അങ്ങനെ ഇത് 2 ദിവസത്തിന് മുമ്പ് ഞാൻ വിളിച്ചിങ്ങനെ നമ്മുടെ അറിയാം. പിന്നെന്താ അറിയാത്തത്? അറിയാം. എന്തായാലും ഞാൻ ഉടൻ തന്നെ മണിയേട്ടനടുത്ത് എന്റെയിലുണ്ട്, പുള്ളിയെ ഞാനും കൂടെ ഉള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഫോട്ടോ ഒന്ന് എടുത്തേ ഒന്ന്. അത് ഞാൻ MGR ഇപ്പൊ നിലവിൽ ജീവിച്ചിരിക്കുന്ന MGR. ഇത് ഞാൻ അതിൽ ഫോറസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കൊണ്ടുപോകുന്ന ഒരു സംഭവം. അതിനകത്ത് ഈ MGR സാറിനെ കുറിച്ച് സാറിന് അടുത്ത ബന്ധമുണ്ടല്ലോ. ഇദ്ദേഹം ഇവിടുത്തെ നാട്ടുകാരനാണ് അറിയാം. ഇദ്ദേഹം ഈറോഡ്. പുള്ളി ഈറോഡാണെന്നാ പറഞ്ഞത്. പക്ഷെ MGR സാറ് ഈറോഡല്ല. അദ്ദേഹം പിന്നെ പാലക്കാട് ജില്ലയിൽ ചിറ്റൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ ജനിച്ചതും. കാരണം പക്ഷെ അദ്ദേഹം ചിറ്റൂരുകാരനാണ്. കാരണം ഇന്ന് കേരളത്തിലെ ഒരു തമിഴ് നാട്ടിൽ കൺകണ്ട ദൈവമായ MGR സാറിന്റെ സ്വരവും ശബ്ദവും എല്ലാം അത് കേരളത്തിലെ ഉള്ള ഒരു മനുഷ്യനെ പറ്റുള്ളൂ എന്നുള്ള തെളിയിച്ചിട്ടുണ്ട്. സത്യം, അദ്ദേഹത്തെ കണ്ടല്ലോ ഒന്നും പറയാനില്ല. ഞാനൊക്കെ ഞെട്ടിപ്പോയി. അതല്ലേ പിന്നെ
കോരി തരിക്കുന്നു അതെ. അദ്ദേഹത്തെ പറയുമ്പോൾ. അങ്ങനെ ഞാൻ അത്രയും പെർഫെക്റ്റ് ആണ്. ഞാൻ അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാർ നമ്മുടെ പിന്നെ ചിന്ന എം ജി ആർ സാറിനോട് ചോദിച്ചു, സാറേ നമ്മുടെ പള്ളിയിൽ മണിയേട്ടനെ അറിയുമെന്ന് ചോദിച്ചു. അയ്യോ ഞങ്ങൾക്കറിയാം, നല്ല പരിചയമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. കാരണം ഈ കേരളത്തിലെ ഇനി ഒരു എം ജി ആറിൻ്റെ സ്വരം അത് ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനതകൾക്ക് മാത്രം കഴിയും. കാരണം ഈ എം ജി ആർ സാർ വടവന്നൂർ ജനിച്ചു. വടവന്നൂരിൽ നിന്ന് നേരെ നമ്മളെ കൊല്ലംകോട് വടവന്നൂരാണ് സാറിൻ്റെ സ്ഥലം. ജനിച്ചു. അദ്ദേഹം തമിഴ്നാട്ടിൻ്റെ മാതൃകയായ ഒരു മിനിസ്റ്ററായി, നടനായി, എന്താ പറയാൻ വാക്കുകളില്ല. പക്ഷെ ഇപ്പോഴും കണ്ട ദൈവമാണ് എം ജി ആർ സാർ. കാരണം എം ജി ആർ സാറിൻ്റെ നിരവധി പരിപാടികളിലൊക്കെ ഞാൻ ചെന്നൈയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരും. അവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അങ്ങനെയാണ് ഈ ചിന്ന എം ജി ആർ സാർ എൻ്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിച്ചപ്പോൾ ഫസ്റ്റ് ഞാൻ ആവശ്യപ്പെട്ടു, സാറിനെ കണ്ട് സാറിൻ്റെ കാര്യമാണ് ആദ്യം ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പം ഇനി ആ എം ജി ആർ സാർ, അതായത് ചിന്ന എം ജി ആർ സാറിനെ പോലെ പവറാണ് തമിഴ്നാട്ടിൽ. തീർച്ചയായിട്ടും നിരവധി കാണാം. എത്ര പേര് അവിടെ ആ ഷൂട്ടിന് വന്ന ആൾക്കാർ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കാൻ കാവല് നിൽക്കായിരുന്നു. അതെ അതെ. അതുപോലെ തന്നെ ഡയറക്ടർ ഉം, ഉം, പ്രഭു സോളമൻ സാറ്, ഉം. അയാൾക്ക് ഭയങ്കര മനസ്സ് നിറഞ്ഞു പറയാലോ. ഞാൻ അതെ. കണ്ടതാ. അതെ. അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞത്, ആ. നോക്ക് ആ സൈഡ് നോക്ക്, ആ ഫ്ലാഗ് ചെയ്ത ആ സീനൊക്കെ നോക്ക്, എടുത്തു നോക്ക്. അതെ. ആ ക്യാമറാമാന്റെ അടുത്ത് കാണിച്ചു കൊടുത്തു. അതുപോലെ പ്രൊഡ്യൂസർ വന്നു, അതെ. அது பாருங்க சார் எப்படி இருக்கு பாருங்க. അതെ. தலைவரே தான், ഒന്നും ചൊല്ല മുടിയാതെ അപ്പടിയേ ഇருக்கு. ആ ഒരു മനസ്സിൽ അവര് അതെ. അയാള് മനസ്സ് തുറന്ന് പറയുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, അതെ അതെ. നമുക്ക് കാണുമ്പോ ആ. അതിന്റെ ഉള്ളില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ. ആ എം നല്ല ജി ആർ നല്ല ഒരു സംഭവമാണ്. അങ്ങനെ എം ജി ആർ സാർ വിളിച്ചിട്ടുണ്ടേ, എന്തായാലും ഈ റോഡ് സാർ വന്ന് ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിരിക്കുക. എന്തായാലും അങ്ങനെയുള്ള ഒരു ഇത്രയും തിരക്കായ ഇവരെ പോലെയുള്ളവരൊക്കെ നമ്മളെ ക്ഷണിക്കുകയോ ചെയ്യുന്നത് നമ്മൾക്ക് എന്താ പറയാ, അവർ കൂടുതൽ ഇവരോട് ഇഷ്ടവും സ്നേഹവും തോന്നുവാണ്. ഇനി എനിക്ക് മണിയേട്ടനോട് അതായത് പറയാനുള്ളത്, നമ്മുടെ മണിയേട്ടൻ പഠിച്ച ഒരു ചെറിയ സ്കൂള്, ഞാൻ ഇവിടെ നേരത്തെ തന്നെ. ഇവിടെ നിരവധി അഭ്യാസങ്ങൾക്ക് നടന്നു വരും സ്കൂളാണ്. കാരണം ട്രെയിൻ പോകുന്നത് സമയത്ത് പണം വെക്കുക, അത് അതെ അതെ. പ്ലാറ്റ്ഫോം അന്ന് നോക്കി ഇരിക്കുക. അലുമിനിയത്തിന്റെ 10 10 പൈസ, 1 പൈസ, 2 പൈസ ഒക്കെ. 3 പൈസയൊക്കെ. അതെ. അതൊക്കെ നമ്മള് കടയിൽ നിന്ന് അതെ. അച്ഛനെ ഹോട്ടലായിരുന്നു. അതെ. അപ്പൊ അന്നേരം ചായ അടിക്കാൻ പോകുമ്പോ നമ്മള് ടക്കുന്ന് എടുക്കും. അതെ. ഓടി വരും. സ്കൂളിൽ ചിലത് മിഠായി വാങ്ങും. അതെ. അന്ന് ചൗ മിഠായി ഉണ്ടാവും, അതെ. ചോളകം പുഴുങ്ങിയത് വരും. അതെ. അതൊക്കെ ആയിരുന്നു. അപ്പോഴൊന്ന് റബ്ബർ മുട്ടായി വാങ്ങിച്ച് തിന്നാനുള്ള റബ്ബർ മിഠായി ഉണ്ട്, ഈ ബാച്ച് മിഠായി ആ, ഒക്കെ അതെ. തരുമായിരുന്നു. പമ്പര അതൊക്കെ മുട്ടായി, ഇല്ലേ? പമ്പര, ആ, ഗ്യാസ് മിഠായി, ഗ്യാസ് മുട്ടായി, അതെ. അതിങ്ങനെ വലിക്കുന്ന ആ, yes. അതൊക്കെ കളഞ്ഞിട്ടാണ് ഈ പൈസ കൊണ്ടുവന്ന് ഈ പാളത്തിൽ വെക്കുന്നത് അല്ലേ? പിന്നെ എന്തായാലും നമുക്ക് മണിയേട്ടന്റെ ആ സ്കൂൾ ഒന്ന് പോയി കാണാം. പിന്നെ ഇവിടെ ഒരു സോഡ കമ്പനി ഉണ്ടായിരുന്നു. ഉം. അന്ന് എന്റെ ഒരു കൂട്ടുകാരുണ്ട്. ആ. അവൻ അവിടെ ഗൾഫില് ഫാസ്റ്റ് ബിസിനസ് മാൻ ആണ്. ആ, അവൻ പാട്ട് പാടുമായിരുന്നു. ആ, ആ. അവൻ പാട്ട് പാടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ജീരക മുട്ടായി തരും. അതെ. ആ. അത് കിട്ടാൻ വേണ്ടി ഇവൻ പാടും. ആ. ഇവന്റെ കൂടെ ഞങ്ങളും പോകും. ഇത് റെയിൽവേ കോട്ടക്സ് ആണ് അല്ലേ? Yes. റെയിൽവേ ക്വാർട്ടേഴ്സ് ആയിരുന്നു. ആ, ഇതിന്റെ അപ്പുറത്ത് വലിയ വലിയ റെയിൽവേ അടിപൊളി സ്റ്റേഷൻ സ്റ്റേഷനായിരുന്നു. ആയിരുന്നു അല്ലേ? അതെല്ലാം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു. അയ്യോ, അത് കളയാൻ പാടില്ല. ബ്രിട്ടീഷുകാരന്റെ പോലെ ഫുള്ള് കരിങ്കല്ലും കൊണ്ട് കെട്ടി ഫുള്ള് ആർച്ച് ആയിട്ട് ആർച്ച് ആയിരുന്നു അല്ലേ? നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ ഓർമ്മയില് അതെ. ഇപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറച്ചു പേർക്കൊക്കെ അറിയാം, ഉള്ള അതെ. കുട്ടികൾക്കൊന്നും അറിയില്ല. അതെ. പൊടി പോലും ഇല്ല അതെ കണ്ടുപിടിക്കാൻ. അതെ അതെ. അത് പറഞ്ഞു. ഇനി എന്തായാലും നമുക്ക് ആ സ്കൂൾ ഒന്ന് പോയി. Yes. ഓക്കെ. നമ്മുടെ ഇന്ന് ഈ സ്കൂളിന് ഒരു മാതൃകയാണ് നമ്മളെ മണിയേട്ടൻ. കാരണം നമ്മുടെ പള്ളിയിൽ ഇന്ന് നിരവധി സിനിമകളിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മണിയേട്ടൻ പഠിച്ച 4ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ച സ്കൂളാണ്. അതിനുപരി എന്റെ എച്ച് എം ആണ്. പേരെന്താണ്? നന്ദിനി എന്നാണ് madam. നന്ദിനി ടീച്ചറാണ്. അതിനുപരി സാറിന്റെ മോള് ഇവിടെ 4ാം ക്ലാസ് വരെ അല്ലേ? രണ്ടുപേരെ രണ്ടുപേരെ പഠിച്ചിട്ടുണ്ട് ചെറുത്. അല്ലേ? ഒരു വളരെ സന്തോഷമല്ലേ മണിയേട്ടന്റെ കുട്ടി മണിയേട്ടനൊക്കെ നമ്മൾ ലോകത്തെ എല്ലായിടത്തും നിരവധി സിനിമകളിൽ ഞങ്ങളൊരു എത്തി അല്ലേ? ഇപ്പൊ മണിയേട്ടന്റെ പഴയ സ്കൂളൊക്കെ എന്താ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അന്നൊന്നും ഒരേപോലെയാണ്, ഒരു മാറ്റമില്ല. എത്ര വർഷമായി അന്നൊന്നും 109 വർഷം പഴക്കമുള്ള സ്കൂളാണ്. ഇന്നും ആ മഹത്വം നിറവേറ്റി നിലനിർത്തി പോകുന്ന ഒരു സ്കൂളാണ്. ഒരു മാറ്റമില്ല. ഒരു മാറ്റം ഈ മതിൽ നിന്നൊക്കെ വീണിട്ടുണ്ട് ഞാൻ.
ഒരു സ്റ്റാൻഡാണ് അവിടെയാണ് നമ്മുടെ മണിയാട്ടന്റെ കൂട്ടുകാരൊക്കെ ഉള്ളത്. നമുക്ക് മണിയാട്ടന്റെ കൂട്ടുകാരെ എന്താണ് മണിയാട്ടനെ കുറിച്ച് പറയുന്നത്? ഒരു അഭിമാനമാണെന്ന് പറയാം. നമുക്കൊരു അഭിമാനമാണ് നമ്മുടെ കൂടുതൽ ഒരാള് സിനിമയിൽ എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമാണ്. ഞങ്ങളെല്ലാം നല്ല സപ്പോർട്ടാണ് അദ്ദേഹത്തിന് എല്ലാ വിധത്തിലും സപ്പോർട്ട്. ദേവ് മോശമില്ല കേട്ടാ, ദേവ് നല്ലൊരു കഥ എഴുതുന്ന ആളാണ്. എല്ലാ പരസ്യം എല്ലാം ചെയ്യാറുണ്ട്. എന്തൊരു സന്തോഷം. അരക്കമ്പാട് ഇവിടെ തന്നെ ആവലൂരാണ്. എത്ര വർഷം ഇവിടെ വണ്ടി ഓടാൻ? ഒരു 10-28 വർഷം ആവും. അപ്പൊ അത് അത്രയും വർഷം ഇദ്ദേഹമായിട്ട് ഞാൻ പരിചയമുണ്ട്. അത്രയും വർഷമായിട്ട് ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ആളെ എടുത്തൊരു മുങ്ങലാണ്. ഇത് എന്താ സംഭവം ചോദിച്ചാൽ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ്. സൂര്യമാനസോ ഏതാണ് തോന്നുന്നു ആദ്യത്തെ സിനിമ. ഊട്ടിയിൽ അതൊരു ഷൂട്ടിങ്ങിന് പോയിട്ട് വന്ന ഫോട്ടോസ് കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. വളരെ അഭിമാനമാണ്. മണിയാട്ടം സ്കൂളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. വളരെ സന്തോഷമുണ്ട്. എന്താണ് നല്ല അഭിപ്രായം. ഒരുപാട് ചാരിറ്റിയിലൊക്കെ മുൻകൈ എടുക്കുന്ന ഓട്ടോ ഡ്രൈവർമാർ ആരും നോക്കി നിൽക്കില്ല. അതില്ല. ഞാൻ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ സ്റ്റാൻഡിൽ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് എല്ലാത്തിനും ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. എന്നാലും പലർക്കും ഈ പറളി സ്റ്റാൻഡിനെ കുറിച്ച് വലിയ അഭിപ്രായം. മണിയാട്ടം പറളി എന്ന് പറഞ്ഞ വളരെ അറിയപ്പെട്ട. എന്തിനാ പറയുന്നത്? തമിഴ്നാട്ടിലെ ഒരു ചിന്ന എംജിആറോട് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചത്. ഞാൻ തന്നെ ധരിച്ചു. എന്തായാലും മലയാളം മാത്രമല്ല തമിഴും തെലുങ്കും ഒക്കെ സജീവമായി ഒരുപാട് രംഗത്തേക്ക് വരുന്നു അല്ലേ? അല്ലാതെയാണ് പറയാനുള്ളത്. എന്റെ പേര് രാജഗോപാൽ. രാജഗോപാൽ എന്ത് ചെയ്യുന്നു? ബാക്കി ഇട്ടിട്ടില്ല. ഞങ്ങളെ ഇടാ പോലീസുകാരൊക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. പള്ളിക്കൊരു അഭിമാനം. അതുപോലെ ഏത് പ്രവർത്തിയും മുമ്പിലുണ്ടാവും അല്ലെ? എന്ത് ഒരു ആക്സിഡന്റ് ആയാലും അതിനടക്കം മുമ്പിൽ പോയി എല്ലാം ചെയ്യുന്ന ഒരാളാണ്. ആക്സിഡന്റ് കൊണ്ട് പാലക്കാട് കൊണ്ടുവന്നതാണ്. അതിനൊക്കെ മുൻകൈ എടുക്കുന്ന ഒരാളാണ്. നമുക്ക് പള്ളിക്ക് ഒരു അഭിമാനം കൂടിയാണ്. അഭിമാനമുള്ള തൊഴിലും അതോടൊപ്പം നമ്മുടെ ഇന്ന് 3 സംസ്ഥാനങ്ങളിലെ പല ഭാഷകളിലും നമ്മുടെ മണിയാട്ടൻ അഭിനയിച്ചു വരുന്നത്. ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് തേടി വെക്കട്ടെ. പറളിക്ക് ഇനിയും ഒരു മാതൃകയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് വടക്കഞ്ചേരി, ക്യാമറമാൻ കുമാരനൊപ്പം മഹേഷ് വടക്കഞ്ചേരി. ഞാൻ നിർത്തുന്നതിന് മുമ്പ് മണിയാട്ടനും ഓട്ടോക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു ലൈക്കും സപ്പോർട്ടും ബെൽ ബട്ടണും അമർത്തി സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.